എല്ലാവർക്കും നമസ്കാരം. അമ്മ വീണ്ടും വന്നു കേട്ടോ. അപ്പോൾ അതേന്ന് ഇറച്ചിയുടെ വലിയ ഫീസൊക്കെ ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പം നാളെ നമ്മുടെ പൂരാണേ. അപ്പോൾ അതിന് ഉള്ള തയ്യാറെടുപ്പാ. അപ്പോൾ നമുക്കൊന്ന് അങ്ങോട്ട് തുടങ്ങിയാലോ. അപ്പോഴേ ആദ്യം തന്നെ വട്ടയപ്പം വൈകുന്നേരം ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം എന്നെ കലക്കി വെച്ചാലാവുള്ളേ. അപ്പോൾ അതങ്ങോട്ട് കലക്കി കപ്പി കാച്ചാ. അതാ ചൂടാറിയിട്ട് വേണ്ട നമുക്ക്. അപ്പോൾ ഞാൻ ഒരു പാക്കറ്റ് വട്ടയപ്പത്തിൻ്റെ പൊടിൻ്റെ ഇത്, പിന്നെ ബാക്കിയുള്ളത് നമ്മുടെ അരി ഞാൻ പച്ചരി വെള്ളത്തിലിട്ടുണ്ട്. അപ്പോൾ അതും കൂടി മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. വട്ടയപ്പത്തിൻ്റെ പൊടിയിൽ തന്നെ ഉണ്ടാക്കുമ്പോൾ എനിക്കത് അത്ര കണ്ട് ഇതാവില്ല. ഇത് രണ്ടും കൂടി ആകുമ്പോൾ നല്ല നല്ല ടേസ്റ്റുള്ള വട്ടയപ്പം ഉണ്ടാവാറുണ്ട്. പിന്നെ ഇത് കഴിയുമ്പോൾ കാണാമല്ലോ. ഇതങ്ങോട്ട് കാച്ചി വെച്ചാൽ നാളികേരം അരച്ചെടുക്കാം, അരി അരച്ചെടുക്കാം. അപ്പോഴേ അരി ചോറ് തേഞ്ഞ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇന്നലെ രാത്രി തന്നെ റൈസ് കുക്കറിൽ ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം എന്താ വെച്ചാൽ നല്ല വേവുള്ള അരിയാ, ജയടരി. അരിനെ പിന്നെ റൈസ് കുക്കറിൻ്റെ ഒരു കംപ്ലൈൻറ്റും അധികം വേവില്ലല്ലോ. അത് നിങ്ങൾക്കറിയാമല്ലോ എൻ്റെ റൈസ് കുക്കർ. അപ്പോൾ എന്നോടാണോടാ എന്നുള്ള ഭാവമായിരിക്കും. പക്ഷെ നല്ല ചോറാട്ടാ, എനിക്കിഷ്ടമാണ്. നമ്മളെ കണ്ണൊന്ന് ശ്രദ്ധ ഒന്ന് തെറ്റിയാലും കുഴപ്പമില്ല, ഒരു അബ്ദം പറ്റില്ല അതിന്. അപ്പോൾ കുറുക്കി ഞാൻ എടുത്തു ഇത്. അപ്പോൾ അതങ്ങോട്ട് മാറ്റി വെച്ചിട്ടേ കുട്ടികളൊക്കെ വരുമ്പോൾ അപ്പോൾ നമുക്ക് കുറച്ച് പയറുപ്പേരിയും മോര് കൂട്ടാനും അച്ചാറൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കൂട്ടി ചോറ് കൊടുക്കാം മക്കൾക്ക്. അപ്പം അതിനുള്ള പയറുപ്പേരി റെഡി ആക്കട്ടെ. പയറൊക്കെ ഞാൻ ഇന്നലെ തന്നെ നന്നാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരു കാര്യം നടക്കില്ല. നാടൻ പയറൊക്കെ നന്നാക്കാമെന്ന് പറഞ്ഞാൽ കുറച്ച് നേരം തന്നെ വേണം. അതൊക്കെ നല്ല ശ്രദ്ധിച്ചൊക്കെ നന്നാക്കണേ. അപ്പോൾ അതായി വരുമ്പോഴേക്കും ഞാൻ വട്ടയപ്പത്തിന് കലക്കി വയ്ക്കലാണ് പ്രധാനം തിരക്ക്. അപ്പോൾ ഒരു നാളികേരം എടുത്തിട്ടുണ്ട്, അതും അരിയും ഒക്കെ കൂടി ഒന്ന് അരച്ചെടുക്കട്ടെ. അപ്പോൾ 2 തവണയായിട്ട് നമുക്ക് അരച്ചെടുക്കാം. അരിയും 2 തവണയായിട്ട് അരച്ചെടുത്തില്ലെങ്കിൽ അധികവും. പിന്നെ കുറച്ച് നാളികേരം ഇടാം. പിന്നെ കുറച്ച് ഇഷ്ടേ ഇട്ട് കൊടുക്കുക അതിൽ. ഇനി ഇടണ്ട കേട്ടാ, ഒരു അരക്കിനയിലിട്ടാൽ മതി. കുറച്ച് വെള്ളം ഒഴിച്ച് അപ്പോഴേ നല്ലോണം അരച്ചെടുക്കുന്നതാണ് കേട്ടോ നല്ലത്, നല്ല മിനുസമായിട്ട്. അപ്പോൾ ഞാൻ അരഞ്ഞുണ്ട്. അപ്പോൾ കുറച്ചായാലും ഒരു വലിയ പാത്രത്തിൽ ഒഴിച്ച് വയ്ക്കുന്നത് നമുക്ക് ബുദ്ധി. കാരണം എന്താണെന്ന് വെച്ചാൽ തിളച്ചങ്ങോട്ട് പൊന്തി അങ്ങോട്ട് പോവും, അല്ലെങ്കിൽ ഇരട്ടി പണിയാവും. അപ്പോൾ ഞാൻ പല വട്ടം എനിക്ക് പറ്റീൻ്റെ ഇത്തിരി ചെറുതിലേക്ക് ഒഴിച്ച് വയ്ക്കും. അത് മതിയല്ലോ, കുറച്ചല്ലേ ഉള്ളോ എന്ന് വിചാരിക്കും. എന്നിട്ട് ഇരട്ടിപ്പണി. പിന്നെ അതാകെ പോയി, അത് പോകുന്നത് നഷ്ടം വേറെ. പിന്നെ അത് അവിടെ വെടുപ്പാക്കി ഉണ്ടാക്കാനുള്ളതോ അത് അതിനേക്കാട്ടിലും പാടാ. അപ്പം പിന്നീട് എനിക്ക് മനസ്സിലായി വലിയ പാത്രമാണ് നല്ലത് എന്ന്. അച്ഛനിവിടെ തകൃതിയായിട്ട് പണികൾ നടത്തുന്നുണ്ട് കേട്ടോ. വെള്ളം കോരി വയ്ക്കൽ, ഇനിയിപ്പോൾ ഇറച്ചി മീനൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട്. അതൊക്കെ നുറുക്കണം. അതൊക്കെ നുറുക്കണ്ട ചേട്ടാ. മീൻ നുറുക്കി തന്നിട്ടുണ്ട്, ബീഫ് നുറുക്കി തന്നിട്ടുണ്ട്, ചിക്കൻ നുറുക്കി തന്നിട്ടുണ്ട്. പോർക്ക് മാത്രം നുറുക്കിയാൽ മതി അല്ലേ. അത് കഴുകി കുക്കറിലേക്ക് ആക്കുകയാണെങ്കിൽ നമുക്ക് വേവിക്കാം.
നമ്മളേ ഇന്ന് തന്നെ വെച്ചില്ല എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നാളെ ആൾക്കാർ വരുമ്പോൾ അവരോട് വർത്തമാനം പറയാനോ അല്ലെങ്കിൽ നമ്മുടെ റോട്ടുമ്മ കൂടെ പൂരം പോകുമ്പോൾ ഒന്ന് കാണാനോ ഒന്നും പറ്റില്ല. അപ്പം ഇന്ന് രാത്രി തന്നെ വെക്കും നമ്മൾ. അപ്പോഴേ 2ാം ട്രിപ്പ് നമ്മൾ അടിച്ചെടുത്തു. ഇനി ഈ പൊടിയും കൂടി അതിൽ കൊട്ടും. ഒരു 10 വട്ടയപ്പത്തിലൊക്കെ അധികം ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇത് 10 ഉണ്ടാവും എന്തായാലും. അപ്പോൾ നമ്മുടെ വട്ടയപ്പത്തിൻ്റെ പൊടിയിൽ ഇട്ട് കൊടുത്തു. കപ്പി കാച്ചയിൽ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു വേഗം ചൂടാറാനേ. അത്ര കണ്ടമാനം ചൂട്ടിൽ ഒഴിക്കേണ്ട കാര്യമില്ലല്ലോ. ഇത്തിരി ചൂടായാലും കുഴപ്പമില്ല. അതിലേക്ക് ഉപ്പ്, ഏലക്കായ പൊടിച്ചെടുത്തത്, ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ടുണ്ടല്ലോ. ഇനി ഒന്ന് നോക്കാം നമുക്ക് വെള്ളം വേണോ എന്താന്ന്. കള്ളൊക്കെ ഒഴിച്ചാണ് ഉണ്ടാക്കുക നമ്മൾ. ഇന്ന് കള്ള് മേടിക്കാനൊന്നും പോവാനായിട്ട് സമയം ഉണ്ടായില്ല. അപ്പോൾ സമയമില്ലാത്ത രീതിയിൽ നല്ല രീതിയിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ നമുക്കിത് പറ്റും. നാളികേരം പാല് ഒഴിക്കുന്നവരുണ്ട്, അരച്ചൊഴിക്കുന്നവരുണ്ട്. എങ്ങനെ ഉണ്ടാക്കിയാലും ശരിയാവും. ഇപ്പോൾ ഒരു ടേസ്റ്റ് വന്നു. ഇത് അടച്ച് വെക്കുക. കുറച്ച് നേരം ഒന്ന് വെയിലത്ത് വെക്കുകയാണെങ്കിൽ പെട്ടെന്നൊന്ന് പൊന്തി കിട്ടും. തുണി ഇങ്ങനെ ഞാൻ തുണിയൊന്നും കിട്ടണില്ല കേട്ടാ. ഞാൻ വെറുതെ അടച്ചിട്ട് ആ വെയിലത്തിരി നേരം കൊണ്ടാക്കണം. അപ്പോഴേ നമ്മൾ മറ്റേ വട്ടയപ്പത്തിൻ്റെയൊക്കെ കലക്കി കഴിഞ്ഞ് വന്നപ്പോഴേക്കും പയർ കൂട്ടാനായി. അപ്പോൾ അതും കൂടെ ഒന്ന് കാച്ചെടുക്കാം. അപ്പോൾ അങ്ങനെ പയർ കൂട്ടാൻ വെന്തു. അപ്പം അച്ഛനവിടെ എന്തൊക്കെയോ പറക്കിനുണ്ടേ. അപ്പം അതൊന്ന് ചെന്ന് നോക്കട്ടെ. അച്ഛൻ എന്തിലൂടെ ചീന് ഇഞ്ചി പറിക്കുന്നു. ഇഞ്ചി പറിച്ച് നാടൻ ഇഞ്ചി കേട്ടാ. കനം കുറവാ, വണ്ണം കുറവാ. ചേമ്പ് മുറത്തിൽ കുറച്ച് പറിച്ച് വെച്ചിട്ടുണ്ട്. കടയിലൊന്നും വിത്ത് കുറവല്ലേ ചേട്ടാ. ഒന്നും ചെയ്തിട്ടില്ലല്ലോ. ഇഞ്ചിക്കൊക്കെ നന്നായി ചാണം വെക്കണല്ലേ ചേട്ടാ. ഇതൊന്നും നമുക്ക് അതൊന്നും വെക്കാനുള്ള സമയം കിട്ടിയിട്ടില്ല. നമ്മളെന്തൊക്കെയാണ് ചെയ്യുക. അത് കാരണം മണ്ണല്ലാത്ത ഇഞ്ചി. എന്നാലും നാടനായ കാരണം നല്ല മണമായിരിക്കും. അല്ലെങ്കിൽ ഇങ്ങനെ പടല പോലെ ഉണ്ടായേനെ. അടുത്ത കൊല്ലം നല്ലോണം നമുക്ക് നട്ടിട്ട് പടലയും ഇതൊക്കെ ഉണ്ട്. പക്ഷെ വണ്ണല്ല മാത്രമല്ല ചേട്ടാ.
വളത്തിൻ്റെ പോരായി. നമ്മൾ പിന്നെ ഈ മറ്റുള്ള വളങ്ങളൊന്നും ചേർക്കണ്ടില്ല. അതന്നെ നമ്മൾ എന്തിട്ട് വളം ഇനി ചേർത്ത് നോക്കണ്. ആട്ടും കാട്ടന്നെ ഇല്ലേടാ ഇനിയിപ്പോ കുറേ നാൾ മുന്നത്തെ അല്ലേ. വേലിയുടെ കുത്തിൻ്റെ ഇടയിലാട്ടാ കാവത്തുണ്ടായിക്കിടില്ല ചേട്ടാ. ആ ആട്ടങ്ങളുടെയൊക്കെ കുറ്റികളാ. ഇതേ മതിലുണ്ടായിരുന്നില്ല ഇവിടെ പണ്ടേ, അപ്പോൾ അവിടെ കണ്ട് മുളച്ചതാ. അപ്പം മതിൽ കെട്ടിയപ്പോൾ അത് ആര് നട്ടതാണാവോ, അവർ നട്ടതാണോ നമ്മൾ നട്ടതാണാവോ. അത്രയ്ക്കൊന്നും ഉണ്ടാവില്ല ചേട്ടാ. ഇളക്കി നോക്കിയത് അടിയിലേക്കിൻ്റെ എനിക്ക് തോന്നുന്നില്ലേ. നല്ലതല്ലേ നോക്കിയേ ഒന്ന് കൈ കൊണ്ട്. ആ നല്ലതാ. ഒന്ന് ഇളക്കി നോക്കി ഇങ്ങനെ. ആ അങ്ങനെ തന്നെ കണ്ടാ. ഞാൻ പറഞ്ഞ ഐഡിയ ചെയ്താൽ കിട്ടും. ഇത്രയേ ഉള്ളൂ. സിമ്പിളായാലും ഉണ്ട് കേട്ടാ. ഇത്ര മതിയാവും അല്ലേ എനിക്കത് മതിയാവും. എന്താ എന്തൊരു സുഖമായിട്ട് പറിച്ചു കഴിഞ്ഞേ. അപ്പോഴേ പോർക്കൊക്കെ കഴുകി അച്ഛൻ്റെ ക്ലീനാക്കി വലിയ വലിയ കഷ്ണങ്ങളാക്കിയിട്ട് കയ്യിനൊരു മുറിവ് പറ്റിയിട്ടിരിക്കുക. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട് അത് ഉണങ്ങിയിട്ടില്ല. ഇത് കണ്ട ഇത്രേശം 3 കഷ്ണങ്ങളാക്കി ഇതിൽ നിറച്ചിട്ടുണ്ട്. ഇത് ഉപ്പിടുക, കുറച്ച് മഞ്ഞൾപ്പൊടി ഇടും, കുറച്ച് വെള്ളം അങ്ങോട്ട് ഒഴിക്കും. ഇത്തിരി അധികം ഒഴിക്കും ഞാൻ. കാരണം എന്താ വെച്ചാൽ വെള്ളത്തിൽ ആ നെയ്യൊക്കെ അവിടെ ഒന്ന് പോയി കിട്ടിയോട്ടെ. എന്നിട്ട് അവിടെ അടച്ച് വെച്ചൊരു 2-3 വിസിൽ അങ്ങോട്ട് വരുമ്പോൾ അവനങ്ങോട്ട് വെന്തുണ്ടാവും. വേവിൻ്റെ നോക്കണം കേട്ടോ. അധികം വെന്ത് ചീഞ്ഞാലൊന്നും പോയി സാധനം. പിന്നെ അപ്പോൾ ദേ കുഞ്ഞേട്ടൻ വന്നതേ ഇന്ന് സിനിമയൊക്കെ കാണാട്ടാ. അപ്പോൾ ദേ സിനിമ വെച്ചിട്ടുണ്ട് ആൾ. അപ്പോൾ ഇനി എൻ്റെ കുഞ്ഞേട്ടൻ 2 ദിവസം എൻ്റെ അടുത്തുണ്ടാവും. പിന്നെ അതേ എൻ്റെ മക്കളൊക്കെ വന്നു, ഭാഗ്യം വന്നു, പിന്നെ ദേ ചേച്ചി വന്നു. ചേച്ചി ബീഫ് മുമ്പിലാട് ബീഫ് വന്ന വെച്ചെന്തേ ബീഫ് കണ്ടോള്. അപ്പം അത് ഉപ്പും മുളകും തിരുമ്പാന്ന് വിചാരിച്ചു. അപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുക. ചീക്കുട്ടൻ വന്നു, മക്കൾ വന്നു, മോള് ദേ അച്ചാറ് പകർത്തിക്കൊണ്ടിരിക്കുകയാണ്. ആയി പറഞ്ഞു അച്ചാറൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. മോര് കൂട്ടാനൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അമ്മ കുപ്പിയിലേക്ക് പകർത്ത. എന്നിട്ട് ചേട്ടാ ചേച്ചീനെ ബീഫ് എല്ലാം ഉപ്പും മുളകും പൊടിയും എല്ലാതും കൂടിയിട്ട് കൂട്ടി തിരുമ്പി കുരുമുളക് കുറച്ചിട്ടാൽ മതിട്ടാ. മതി. മല്ലിപ്പൊടി വേണ്ട, മല്ലിപ്പൊടി വേണ്ട. അതിന് കുറച്ച് കാശ്മീരി ഇട്ടോ. അത് ചുമന്നിരിക്കട്ടെ. കളറുണ്ട് കിട്ടുന്നത്. അത് പൊരിക്കുമ്പോൾ ഇട്ടാൽ മതി. അപ്പം അതുണ്ടാവും. ഇടാം കുറച്ച് നമുക്ക്. പിന്നെ ഉപ്പ് പൊട്ടിയാൽ മതി കൈ കൊണ്ട്. കല്ലുപ്പ് അല്ല ഇതിലേക്ക് പൊടിക്കൂടാതെ. കറി വയ്ക്കുമ്പോൾ പിന്നെ കല്ലുപ്പായാലും വേണ്ട. തിരുമ്മിക്കോ. മറ്റേ പേക്കിൻ്റെ ഇലയോ ഒന്നും ഇടണ്ട. അത് തിരുമ്പി നമുക്ക് വറക്കാം. അപ്പോൾ അടുത്തത് എന്നിട്ട് ചേച്ചിയെ ചിക്കൻ മുളകൊക്കെ വരട്ടി വയ്ക്കാനാ. ചിക്കൻ മുളക് വരട്ടി വയ്ക്കാം, വറക്കാം അല്ലേ. കുരുമുളകുണ്ടല്ലോ, അത് നമുക്ക് വെക്കുന്നതിൽ ശരിയാക്കാം. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇട്ടങ്ങനെ തിരുമ്മ. ഇതിനുവേണ്ടി ഇട്ടോപ്പോ. കുറച്ച് നേരം പുരട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ വെച്ചാൽ സൂപ്പറല്ലേ.
മുളക് ഇത്തിരി കൂടി വേണം. അപ്പോൾ ചിക്കൻ തിരുമലും കഴിഞ്ഞു അല്ലേ? ഒരു സംഭവം ഉണ്ടായിട്ടേ വട്ടയപ്പത്തിൻ്റെ നോക്കിയേ കണ്ട, ആകെ നിറഞ്ഞ് കവിഞ്ഞത് തുളുമ്പിയൊക്കെ പോയി. ഒരു വട്ടം ഞാൻ അയ്യോ നിറഞ്ഞല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇളക്കി വെച്ചു. പിന്നീട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് വന്നപ്പോഴേക്കും തവിട് പൊടിയായി. ഇതിൽ വെള്ളം ഒഴിച്ചിട്ടില്ലേ ഉണ്ണിയേ? ആ അപ്പോൾ അതെ ഇഡ്ഡലി ചെമ്പ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടാ. ഒന്ന് കോരി ഒഴിച്ച് നോക്കട്ടെ. എന്തുണ്ടാവോ ആവോ നോക്കി നോക്കാം. ഉരുളി അപ്പുറത്ത് വെച്ചിട്ടുണ്ട് കേട്ടാ. അപ്പം ചിക്കൻ വറക്കണത് സുജമോള്. അപ്പോൾ ചിക്കൻ ഇട്ട് തുടങ്ങിക്കോളൂ. അപ്പം അത് അവിടെ ഇരുന്നാവട്ടെ, നമുക്ക് വെളിച്ചെണ്ണപ്പത്തിനുള്ളത് ശരിയാക്കാം അപ്പോഴേക്കും. അപ്പോഴേ നമ്മുടെ വട്ടയപ്പം ഒരെണ്ണം റെഡി ആയിട്ട് കേട്ടാ. ഇവിടെ ഭയങ്കര ലേഖല്ലേ കേട്ടാ, പല ആൾക്കാരാ. ആ അപ്പോൾ വെന്തിട്ടൊക്കെ ഉണ്ട്. അത് തൊട്ട് നോക്കുമ്പോൾ നല്ല ഇത് അതിലിരിക്കുന്നുണ്ട്. ആ അത് കഴിഞ്ഞ് ഒന്ന് ചൂടാറിയിട്ടേ അപ്പോൾ അടുത്തത് നമ്മുടെ വട്ടയപ്പം. അല്ല വട്ടയപ്പമല്ല, വട്ടയപ്പം എന്തുകൊണ്ടിരിക്കുകയാണ് വെളിച്ചെണ്ണപ്പം. വെളിച്ചെണ്ണപ്പത്തിന് ഒരു 6 മണിക്കൂർ മുന്നേ കുതിർത്തി വെച്ച പച്ചരി, പിന്നെ കുറച്ച് തേങ്ങ, കുറച്ച് മൈദ, കുറച്ച് ഏലക്കായ പൊടി, കുറച്ച് ബേക്കിംഗ് പൗഡർ, വെള്ളത്തിന് ആവശ്യമായ ശർക്കര നീര്. 2 ട്രിപ്പായിട്ടാണ് ഞാൻ അരച്ചെടുക്കണത്. ഒരു ട്രിപ്പിലാണ് നമ്മൾ ഇതൊക്കെ ഇടണുള്ളൂ, ബാക്കിയുള്ളത് അരി മാത്രം അരച്ചെടുക്കുക. അപ്പം അത് അരച്ചിട്ട് വരട്ടെ കേട്ടാ. അപ്പോൾ നമ്മൾ അരച്ചെടുത്തു. തിരുത്തരിയോട് കൂടി തന്നെ അരച്ചെടുക്കണം കേട്ടോ. വട്ടയപ്പത്തിന് തരിയൊക്കെയാണ് നല്ലതാ. വേണ്ട ആ കനം കുറച്ച് നീളത്തിൽ. അപ്പോൾ അടുത്തത് ഇട്ട് കൊടുക്കാം. ലിവറാ? ആ മാങ്ങ ചിക്കൻ വറുത്തത് കൈ പിടിച്ചിട്ട് അവിടെ നിൽക്കണം. അപ്പോൾ ദേ എന്നിട്ട് മോനെ അരിന് പോർക്ക് ഫ്രൈക്ക് വേവിച്ച പോർക്ക് കാണിച്ചു തന്നില്ലേ കുറച്ച് നേരത്തെ. അപ്പോൾ അതാണ് അരിഞ്ഞുകൊണ്ടിരിക്കുന്നത് എൻ്റെ സുജമോള്. അപ്പോൾ ഇതിലേക്ക് മറ്റേ വെളിച്ചെണ്ണപ്പത്തിലേക്ക് വറുത്തിടാനുള്ളതാണ് കേട്ടോ. അമ്മായിയും അച്ഛനും കൂടി ഇവിടെ ഇരുന്നത് അരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആൾക്കാരുണ്ട് കേട്ടോ ഇഷ്ടം പോലെ പണിയെടുക്കാനായിട്ട്. അപ്പോഴേ വെളിച്ചെണ്ണപ്പത്തിലേക്ക് കുറച്ച് നെയ്യ് അങ്ങോട്ട് ഒഴിച്ചിട്ടുണ്ട് ചേച്ചി. എന്നിട്ട് അതിൽ ആ നാളികേരട്ടൊന്ന് വറുത്തെടുക്കാം. ആ അരി കൊണ്ടുവന്നരാട്ടപ്പോൾ
അപ്പോഴേ ഒരുവിധമായി വരുമ്പോൾ ഇത്രയ്ക്കൊക്കെ ആയി വരുമ്പോൾ നമുക്ക് ഇതങ്ങോട്ട് നിർത്തിയിട്ടേ എള്ള് കുറച്ചിട്ട് കൊടുക്കാം അതിൽ. അപ്പോൾ അതായി റെഡി ആയിട്ടാണ്. ഒന്ന് ചൂടാറിയിട്ട് നമുക്ക് ഇടാം. നല്ല തിളച്ചോട് കൂടി ഇടണ്ടേ. അപ്പോൾ അതൊക്കെ അങ്ങനെ ആയി. ചൂടുണ്ട് ചേച്ചി. അപ്പോൾ കുറച്ച് ചൂട്ടോടെ നമുക്ക് ഇതിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. അത് എള്ളും തേങ്ങയും ഒക്കെ കൂടിയായിട്ട് അത് ഇങ്ങനെ വന്നിട്ടുണ്ട് കേട്ടോ. കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം. ഉപ്പ് ലേശം ഉപ്പ് എടുത്തോ ചേച്ചി. ഇതൊക്കെ നോക്കിയിട്ട് രണ്ടാമത് നമുക്ക് പാകത്തിന് അങ്ങോട്ട് ഇടും കേട്ടോ. അത്രയുണ്ട് കാര്യം. ഈ കുറച്ച് നേരം അങ്ങോട്ട് അടച്ച് വയ്ക്കുക. ഒന്ന് ഒരു 2-3 മണിക്കൂർ കഴിഞ്ഞിട്ട് അത് ഉണ്ടാക്കുള്ളൂ. ഇത്തിരി വലുതല്ലേ ചേച്ചിയെ മാങ്ങ? ഇത്തിരി വലുത്. നമ്മൾ മീനിലേക്ക് എടുത്ത് വെച്ചാ? ആ മീനിലേക്ക് വെച്ചാ? ആ അപ്പോൾ ആദ്യം ഉപ്പിട്ടു. മാങ്ങകൾ നിരത്തി നിരത്തി വെക്കുക. പിന്നെ ലെയറായിട്ട് ഉപ്പിട്ടുകൊണ്ട് ഇരിക്കുക. ആ ഞെട്ടിൻ്റെ നല്ലതാ. ഞെട്ടിയോട് കൂടി ഇടണം. എന്നാലാണ് അതിൻ്റെ ചോണായി നിൽക്കുള്ളൂ അല്ലേ ചേച്ചിയെ? അത് കൊടു അപ്പം അങ്ങനെ കടുമാങ്ങ അതിൻ്റെ ഇടയിൽ കൂടി ഇട്ടു. കാരണം എന്താണെന്ന് വെച്ചാൽ അത് വാട് മുന്നിട്ടില്ലെങ്കിൽ ശരിയാവില്ല അല്ലേ ചേച്ചിയെ? അങ്ങനെ കടുമാങ്ങയ്ക്ക് വാടണേൽ മുന്നിടാന്നുള്ളതാണ്. ഉപ്പ് മുകളിൽ ഇത്തിരി കൂടി ഇട്. ആ അത് ദേ അവിടെ അമ്മായി കൊണ്ടുവന്നിട്ടുണ്ട് കടുമാങ്ങാച്ചാർ ഉണ്ടാക്കാനുള്ളത്. വേറെ മാങ്ങ കൊണ്ടുവന്നിട്ടുണ്ട്. ശ്രീകുട്ടന് കുറച്ചിട്. ശ്രീകുട്ടന് ഏറ്റവും ഇഷ്ടമുള്ളതാണ് കടുമാങ്ങച്ചാറ്. അപ്പം അങ്ങനെ നമ്മൾ മീനൊക്കെ കഴുകി എടുത്തു കേട്ടോ. അടുത്തത് മീനിൻ്റെ പരിപാടിയാണ്. അപ്പം അതിലേക്ക് നമ്മൾ മാങ്ങിയിട്ട് കൊടുത്തു. ബാക്കിയുള്ള വേപ്പിൻ്റെ ഇല, ഇഞ്ചി, പച്ചമുളക്, ചായ ഒത്തിരി വെച്ച ചേച്ചി വയ്ക്കാം. പിന്നെ അത് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് നാളികേരം ഞാനിത് അരച്ച് വെച്ചിട്ടുണ്ട്. അതങ്ങോട്ട് ഉരച്ച് കൊടുത്തു. അപ്പോൾ ഉപ്പിട്ട് കൊടുത്തു. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. നന്നായി ഒന്ന് അങ്ങോട്ട് തിരുമ്മ. തേങ്ങാപ്പാലൊന്നും ഉണ്ട് എടുത്തുണ്ണി. കേട്ടാ തിരുമട്ടെ. മാങ്ങത്തിരി പോരായി ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇത്തിരി കുടപ്പുളി ചേർത്ത് കൊടുക്കാം. ഒഴുക്കി തേങ്ങ പാലാട്ടത്. അപ്പോൾ നമ്മുടെ മീൻകറി അടുപ്പത്ത് വയ്ക്കാറായിട്ടാ. പുളി നോക്കിയതിന് ശേഷം നമുക്ക് കുടപ്പുളി ഒന്ന് തിളപ്പിച്ചിട്ട് വേണമെങ്കിൽ വെള്ളം ഒഴിച്ച് കൊടുക്കാം.
അപ്പം അങ്ങനെ എല്ലാവരും കൂടി പണിയെടുക്കാട്ടാ. അപ്പോഴേ ഇനി അടുത്തതെന്ന് പറയുന്നത് വെള്ളയപ്പത്തിൻ്റെ ഒരു പാക്കറ്റുള്ളൂ, നാളേക്ക് മതിയാവില്ല. അപ്പോൾ നമുക്ക് കുറച്ച് നമ്മുടെ അരിപ്പൊടിയും കൂടി കൂട്ടിയിട്ട് ഒരു വെള്ളയപ്പം ഉണ്ടാക്കാം. അപ്പോഴേ നമ്മൾ എന്നിട്ടാ ആദ്യം തന്നെ നമ്മുടെ അരിപ്പൊടി ഒരു ചെറിയ ഗ്ലാസ് കൊണ്ടൊരു 1.5, നമ്മൾക്ക് ആ പാക്കറ്റ് പൊടി തന്നെ മതിയാവില്ലേ. അപ്പോൾ ഇതും കൂടിയും കുറച്ച് കൂട്ടാമെന്ന് വിചാരിച്ചു ഞാൻ. പിന്നെ കുറച്ച് നാളികേരം ഇടുക, അല്പം ചോറിടുക, കുറച്ച് വെള്ളം ഒഴിക്കുക. അപ്പോൾ ഈ വെള്ളയപ്പത്തിൻ്റെ കലക്കൽ ചെയ്യാം നമുക്ക്. വഴി വെള്ളയപ്പത്തിൻ്റെ പൊടി അതിലിട്ട് ഞാൻ ഇത്തിരി വലിയ കാലത്തിൽ ആക്കാട്ടോ. കാരണം വട്ടയപ്പം തന്നെ കണ്ട ഇരട്ടിപ്പണി നടന്നു. അതൊക്കെ പിന്നെ പോയോടൊക്കെ വൃത്തിയാക്കൽ അതൊക്കെ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കണ കാര്യമാണ്. അപ്പം ഞാൻ അരച്ചൊഴിച്ച ഇത്തിരി ചോറും അരിപ്പൊടിയൊക്കെ കൂടി അരച്ചില്ലേ അത് പിന്നെ ദേ കാച്ചി കുറുക്കിയെടുത്തത് അത് ഇതിലൊരു തുണ്ട് ഈസ്റ്റ് ഇട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ നമ്മൾ പൊടിയിട്ടത് കാരണേ അതും കൂടി ഇട്ടിട്ടാണ് ഞാൻ കുറുക്കിയത്. നന്നായി കുഴച്ച് പാകത്തിന് ഉപ്പും പഞ്ചസാരയും ഒക്കെ നാളെ ഇടണുള്ളൂ കേട്ടോ ഞാൻ. അത് അതിൽ നാളേരൊന്നും വേണ്ട ചേച്ചിയെ. വെറുതെ വറുത്ത പൊടി, നന്നായി വറക്കണ പൊടി, അതിൽ കള്ളും കൂട്ടി ഉപ്പും കൂട്ടി കുറച്ച് വയ്ക്കും നമ്മൾ. ഇനി നാളെ കണ്ട ഇത്തിരി കട്ടിയില്ല ഞാൻ ആക്കി വെച്ച് നോക്കും. നാളെ ഇതിൽ കാച്ചാന്ന് ചോദിച്ചാൽ ഇതിലരിഞ്ഞിട്ടാ. പക്ഷേ ഉള്ളി ഇത്തിരി അധികമുള്ള കാരണേ അതിലാകുമ്പോൾ അങ്ങോട്ട് ശരിയാവില്ല. അപ്പം നമ്മുടെ മീൻകറി അങ്ങനെ കാച്ചി വയ്ക്കുകയാണ്. നമുക്ക് കുറച്ച് കറിപ്പൊഴിക്കൊന്നും എടുക്കണ്ട ചേച്ചിയെ. അപ്പോഴേ നമ്മള് വെളിച്ചെണ്ണ അപ്പം ഉണ്ടാക്കിയിട്ട് അത് അങ്ങോട്ട് ശരിയായി വന്നില്ല കേട്ടാ. കാര്യം പറയാലോ, ദേ ഇങ്ങനെയാണ് വന്നത്. പക്ഷെ അതിന് കണ്ട ഇപ്പുറത്തെ സൈഡ് കണ്ട ശരിക്കും അങ്ങോട്ട് ഒരു വീർമേൽ വന്നില്ല. അപ്പോൾ ഞാൻ ഇതിലൊഴിച്ചിട്ടേ വേഗം കഴിയാൻ വേണ്ടിയിട്ടാണ്. ശരിയായാലും ശരിയായില്ലെങ്കിലും നമ്മൾക്ക് ഇത് കഴിച്ചെടുക്കണമല്ലോ. അപ്പം എൻ്റെ കുഞ്ഞേട്ടൻ പറയുന്നത് തീരെ ശരിയായില്ല അതാ പറയുന്നത്. അപ്പോൾ ഷൂട്ട് ചെയ്യാൻ ആണോന്ന് കുഞ്ഞേട്ടൻ ചോദിക്കുക. പിന്നെ ഏതായാലും ഷൂട്ട് ചെയ്യണ്ടേ, ശരിയായിട്ടില്ലെങ്കിൽ നമ്മൾ അടുത്ത പ്രാവശ്യം വീണ്ടും ശരിയാക്കി എടുക്കാം എന്നൊരു ഇതാണ് നമുക്ക്. അപ്പോൾ അതെ ഇങ്ങനെയാണ് കേട്ടോ. ടേസ്റ്റ് ഉണ്ട്. പക്ഷെ മൈദയൊക്കെ ഞാൻ ഇട്ട് രണ്ടാമത് പഴം ഉണ്ണിയപ്പത്തിനെ പറ്റുള്ളൂ കുഞ്ഞേട്ടാ. അത് ശരിക്കും ഇങ്ങനെ വീർത്ത് ഇങ്ങനെ വന്നില്ല. അത് കണ്ട ഇതിലായാലും ഞാൻ അടുത്തേക്ക് കാണിച്ചു തരാട്ടാ. ചേച്ചി എടുക്കുന്നുണ്ട് കേട്ടാ. പക്ഷെ അതിൽ ഈ ഒരു വശം വലിയ കുഴപ്പമില്ല. അതേ കണ്ട ഇതിങ്ങനെയാണ് വരുന്നത്. ഞാൻ ഈ ചട്ടിന്ന് അതിലേക്ക് എടുത്ത് ഇടുക ചെയ്യുന്നത്. അപ്പോഴേ വെളിച്ചെണ്ണപ്പം കണ്ടില്ലേ അത് ശരിയായി വന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു ചേച്ചി പറയുന്നത് എന്നിട്ടാ ചേച്ചി നിങ്ങൾ വീർത്തത് പോരാണ്ടാന്ന്. നമ്മളിപ്പോൾ ഇത് കലക്കി വെച്ചിട്ട് 2 മണിക്കൂറായിട്ടുള്ളേ. അപ്പോൾ വീർത്തത് പോരാന്ന്. അപ്പോൾ നമ്മുടെ മറ്റുള്ള അപ്പോൾ മാവോടെ എടുത്ത് വെച്ചിരിക്കുക. നമ്മൾ മറ്റുള്ള പണികളൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഇത് ചെയ്യാം, അല്ലെങ്കിൽ നാളെ രാവിലെ ആകുമ്പോൾ ചെയ്യാം എന്ന് വിചാരിച്ചു മാറ്റി വെച്ചിട്ടുണ്ട്.
അപ്പോൾ അതെ ഇത് ഭയങ്കര കട്ടിപ്പുമായിട്ട് വന്നിട്ടുണ്ടല്ലേ ചേച്ചിയെ? ആ അങ്ങനെയല്ല വേണ്ടത്. ചെരുപ്പിട്ടിട്ട് തലമുട്ടും. ഇന്ന് തലമുട്ടില്ല. എന്നാൽ പൂരം നാളെ മറ്റന്നാൾ. അപ്പോൾ സബോള വാടി വരുമ്പോഴേ നമ്മുടെ മല്ലിപ്പൊടി മുളക് പൊടി എല്ലാം കൂടി ഇടാം. അത് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ അത് പെട്ടെന്ന് അടിയിൽ പിടിക്കുക. ആ അപ്പോൾ ഉടുകൂടാന്ന് ചോദിച്ചിട്ടാണ് ഞാൻ. ഏയ് അതൊന്നും ആവും, കിടുന്നാവുമല്ലോ. പിന്നെ പേസ്റ്റാട്ടാ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി. അല്ലെങ്കിലേ ഒടുവിട്ടത് എന്താണെന്ന് ചോദിച്ചാൽ ഒന്നാമത്തേൽ ഇത് വറുത്തെടുത്ത ഉരുളിയാണേ. അപ്പോൾ അതിലിത്തിരി ഒരു മസാല ഒരു പിടുത്തമുണ്ട് ഉരുളിയിൽ. അപ്പം അത് കാരണം ഞാൻ അത് ലാസ്റ്റ് ഇട്ടത് അത് കാരണമാണ്. ഇനി വേണോ നമ്മൾ ഇടാൻ പോവാട്ടാ. എടുത്തോണി ഏതാന്ന് വെച്ചാ കഴിച്ചപ്പോൾ ഇതിൻ്റെ നടു ശരിക്കും വന്നിട്ടില്ല. അപ്പം നാളെ നമ്മൾ വീണ്ടും ഉണ്ടാക്കുന്നതായിരിക്കും. ചിലപ്പോൾ ശരിയാവും, ചിലപ്പോൾ ശരിയാവില്ല. അപ്പോൾ കുഞ്ഞുമോനൊക്കെ ഇരുന്നതാട്ടാ പക്ഷെ നല്ല രസമുണ്ട്. ആ ടേസ്റ്റൊക്കെ ഉണ്ട്. അപ്പൊ ഇതിന്റെ ബാക്കി ഭാഗങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ കാണാട്ടോ. ഇത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷം. അപ്പോൾ ഒരുപാട് വൈകുന്നേരമായി. അപ്പോൾ പൂരപ്പറമ്പുകളും പൂരപ്പറമ്പുകളൊക്കെ നാളെ പോകുന്നെങ്കിൽ അതൊക്കെ വീഡിയോയിൽ ഉൾപ്പെടുത്തി അടുത്തൊരു വീഡിയോയിൽ ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ടാറ്റാ ബൈ.